എന്നെ കൊന്നില്ലേ മദ്രാസിൽ വെടിവെച്ച് കൊന്നില്ലേ? ഞാൻ രാജനോട് പറഞ്ഞാലത് ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു. നമ്മുടെ അത്ഭുത ദ്വീപ് 2 ഒക്കെ ഇനി വരാനുണ്ട്. അതിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരും പറഞ്ഞിട്ടില്ല, നീയാ പറഞ്ഞിട്ടു. ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മോൻ പറഞ്ഞോളൂ, ഞാൻ ഡയറക്ഷനോ അവര് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാം. എന്റെ ഈ കയ്യെ പിടിച്ചേ ആദ്യമായി പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്ര വലിയ താരതമ്യമുണ്ട്. അതിൽ തന്നെ ലീഡായിട്ട് നല്ലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസങ്ങളോട് അതിന്റെ സക്സസ്ഫുൾ ആയിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പം ഇനിയും പടം ചെയ്യണം, ഇപ്പോഴും ഇവരായിട്ട് തന്നെ പിന്നെയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നും പറയുന്നു. അപ്പം നോർമലി ഇപ്പോൾ കുറച്ചു മുമ്പ് ചേട്ടൻ പറയുന്നതിന് ചോദിക്കുകയാണ് ഞാൻ, ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിട്ട് അധികം സക്സസ്ഫുൾ ആയില്ലേ തന്നെ എന്താ സിനിമ വേണ്ട, ഞാൻ കുറച്ചാളോട് ബിസിനസ് ചെയ്യാം, സേഫായിട്ട് ചെയ്യാം എന്നേ ചിന്തിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇനി സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താണ്? സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു പാഷനാണ്. അപ്പം അതിനകത്ത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാഭവും നഷ്ടങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. നല്ല പ്രൊവൈഡ് ചെയ്യുക, ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. ഓക്കെ, അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ വറി ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഐ വിൽ ഡു ഇറ്റ് അഗൈൻ. അല്ല, പ്രൊഡ്യൂസിങ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി തോന്നുന്നു. അതാണ് അതിൻ്റെ കാരണം ഞാൻ കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോജക്റ്റിനോട്. സോ ഐ എൻജോയ് മോർ വെൻ ഐ ഡു ദാറ്റ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വിൽ. ഞാനൊരു ചൂണ്ടാക്കിയിട്ടിരിക്കും, ഇതുപോലെ ആരെങ്കിലും വന്ന് പെടട്ടെ. പ്രതീക്ഷിക്കാം, ആഗ്രഹമുണ്ട്. ഒരു ചെറിയൊരു ത്രെഡൊക്കെ മനസ്സിലുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്ന് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാറായിട്ടില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം ചില കമ്മിറ്റ്മെൻറ്റുകളുമായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുത ദ്വീപ് 2 ഒക്കെ ഇനി വരാനുണ്ട്. അതിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട്, കാരണം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു 3 മാസം നമ്മൾ അതിനു വേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. സന്തോഷം ചോദിച്ചത്. ആക്ച്വലി ഇപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഔസേപ്പിൻ്റെ ഒസിത്ത് എന്ന് പറയുന്നൊരു സിനിമയാണ്. ശരത് എന്ന് പറയുന്നൊരു പുതിയ ഡയറക്ടറാണത്. ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടേട്ടൻ, കനി കുസൃതി, അങ്ങനെ നല്ലൊരു താരനിരയുണ്ട്. വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് 6-നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനിയിപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ജോൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത്, നമ്മുടെ പ്രേമലൂലെ പേരുണ്ടല്ലോ, പിന്നെ മാത്യൂസ്, മഹിമ നമ്പ്യാർ, ഞങ്ങൾ 5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറകെ സിനിമകളുണ്ട്, അതൊക്കെ തുടങ്ങുന്നു പറയാം. അല്ല, ഇതൊക്കെ കുറേ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ മുൻപുള്ളത്. ഇല്ല അങ്ങനൊന്നുമല്ലേ. കനി ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പമില്ല. ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അവരെക്കുറിച്ച് അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല. എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്നൊരു സക്സസ് വരുമ്പോൾ അതിൻ്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല. നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെ തീർച്ചയായിട്ടും ഇനി ഉള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമയ്ക്ക്. എന്നെ കൊന്നില്ലേ മദ്രാസിൽ വെടിവെച്ച് കൊന്നില്ലേ? ഞാൻ രാജനോട് പറഞ്ഞാലത് ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു ലൂസിഫറിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിലില്ല, വരാനില്ല. ഡയറക്ഷൻ നടക്കുന്നു, അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അത് ആകുമ്പോൾ പറയാം, ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എഴുതുന്ന പടത്തിലും പോലീസ് ആണോ?
ഇല്ല, ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറയുന്ന പോലെ നമ്മൾ ചില സിനിമകൾ പോലീസാണെന്ന് പോലീസ് ഞാനിപ്പോ ഈ താടി വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ അയ്യോ വേറൊരു സിനിമയിൽ താടി വളർത്തിരിക്കും ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാലോ, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നും. അപ്പം അന്നേരമാണ് ഈ അടുത്തൊരു വീട് വിളിച്ചത്, ഈ പോലീസ് കുഴപ്പമില്ല, ശബരിമലയിലെ താടി കുഴപ്പമില്ല. അത് അശ്വൻ ചേട്ടന് മാത്രമുള്ള ലൈസൻസ് ആണ് താടി വെച്ച് പോലീസായിട്ട് അഭിനയിക്കുക. പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇല്ല, സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അതെ, അപ്പം അല്ലാതെയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ്. ജാഫർക്ക് പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ട് ഒരു കഥാപാത്രം പ്രതീക്ഷിക്കാമോ? ലിറ്റിൽ ഹാർട്സിലെ കഥാപാത്രമൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതേപോലെ ഞെട്ടിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ വേറെ ലെവൽ ചുരുളിയിലെ പോലത്തെ അത്ര ഇന്റൻസ് ഉള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ടോ? എവിടെയെങ്കിലൊക്കെ വരുന്നേ. നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരല്ലോ സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ അവര് ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിൽ വിളിക്കുന്നു, അവർ തരുന്ന സാധനം ചെയ്യുന്നു. എനിക്ക് അരി മേടിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ചെറിയ ചില്ലറ വേണം. അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ പൈസ മേടിക്കുന്നു, അതേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ, ഇപ്പോൾ കഥ പറയാൻ പറ്റുന്നതായിരിക്കും, താടിയുണ്ടോ, അപ്പോൾ താടി അങ്ങ് വെച്ച് വെക്കുക, വേണ്ടെങ്കിൽ പഠിച്ചോളാം, വേണമെങ്കിൽ താടി വേണമല്ലോ, വെച്ച് പിടിപ്പിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഓളായിട്ടൊക്കെ നടക്കുക, അതുണ്ടോ താടിയൊക്കെ വെച്ച് വെക്കുക. അപ്പോൾ ഇതായിട്ട് നടക്കുക. അപ്പം അങ്ങ് പോകും. ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നുള്ള ആൾക്കാർക്ക് അറിയും ടാക്സി വണ്ടിയില്ലേ, ചില ആൾക്കെന്ന് എഴുതി വെച്ചാണ് മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം പോകണമാണ്. പിന്നെ അവിടെ എല്ലാം കറങ്ങി നടക്കുക. എന്നാന്നറിയോ, എപ്പോഴത്തേക്കും ഒരാളെ കിട്ടാൻ ഓരോ നമ്മൾ താടിയും വെച്ചോണ്ട് കറങ്ങി നടക്കണം. എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കുമ്പോൾ അവിടെ പോയി അതിൽ താടിയില്ല അങ്ങനെ പോകും. അതിനകത്ത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. അതാണ് സംഭവം. അപ്പൊ കിട്ടുന്നു ചെയ്യുന്നു അതിലൂടെ. സുഹൃത്ത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം, ഞാനോ ജീവിതത്തിൽ ആദ്യം പറഞ്ഞില്ല, നീയാ പറയുള്ളൂ. ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷനോ അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം. നിനക്ക് ലെൻസ് അറിയാം, നീ ഇപ്പൊ ക്യാമറ എടുത്ത് നിനക്ക് എല്ലാ ലെൻസും അറിയാം, എല്ലാ ലെൻസിനെ കുറിച്ച് അറിയാം. ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ പരിപാടി ഞാൻ പറയാം, ഞാൻ ഒരു ലെൻസിനെ കുറിച്ച് ചോദിക്കാം, ഒന്ന് പറയാമോ? ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു ലെൻസിനെ കുറിച്ച് പറയാം. അപ്പൊ പിന്നെ ആരോ പറയാം, എനിക്ക് ആ തൊഴിലറിയില്ല, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന മാത്രമേ ഉള്ളൂ. പൊന്നെനിയാ പോകും. സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിലേ ഇപ്പോൾ ഒരു കാര്യം കൂടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് ഞാൻ വിട്ടുപോയതിനെ അത് ഇതാവണമെന്ന് വെച്ചിട്ട്, പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞു, ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആഗസ്റ്റ് ലാസ്റ്റോടുകൂടി ഇറങ്ങും. 916 കുഞ്ഞൂട്ടൻ എന്നാണ് പടത്തിൻ്റെ ടൈറ്റിൽ. ലാലേട്ടനാണ് ഈ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തത്. അതിൻ്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പറയാൻ വിട്ടുപോയി. 916 കുഞ്ഞൂട്ടൻ പകുതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലില്ലല്ലോ. നന്നായി. നമ്മള് മാളവിക കുഞ്ഞില് വന്ന പടവാ 916. അതെ. അപ്പം നമുക്ക് മഹേഷേട്ടൻ ഇപ്പൊ ചെയ്ത സിനിമകളെല്ലാം അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളല്ലേ മഹേഷേട്ടൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് സിനിമയിൽ? ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊരു സബ്ജക്റ്റ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞൊരു ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഡെന്നീസിനെ വിളിക്കുന്നത്. ഒരു പ്രൊഡ്യൂസറുണ്ട് സബ്ജക്റ്റിലും പറയാൻ. അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞു ഓക്കെ അത് നമുക്ക് ഇരിക്കാമെന്ന്. അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ. ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കിട്ടുന്നുണ്ട്. അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല. കാരണം ധ്യാനോട് കഥ പറഞ്ഞു, ധ്യാനമൊക്കെ പറഞ്ഞു, ഷാജുവിന് പോയി കിട്ടിപ്പോയി കഥ പറഞ്ഞു, ഷാജുവിനൊക്കെ. അജയനോട് ഞാൻ കഥ പറഞ്ഞിട്ടില്ല, അജയൻ എൻ്റെ അഭിനയിക്കും
അങ്ങനെ ഒരു ബന്ധമാണ്. എന്നോട് കഥ പറഞ്ഞില്ല, വലുവല്ലേ അഭിനയിച്ചത്. അവിടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതേ പറയാനുള്ളൂ. ഇതിൽ ഞാൻ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അജയനല്ലാതെ വേറൊരാൾക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് വളരെയേറെ സഹകരിച്ചു. അതിനേക്കാൾ എനിക്ക് നന്ദി പറയേണ്ട പ്രൊഡ്യൂസറോടാണ്. ഞാനൊരു കഥ പറഞ്ഞു, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അത് തീർക്കാനുള്ള കാരണം അങ്ങനെയല്ലോ. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, പടം നിന്ന് പോകുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആർട്ടിസ്റ്റുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ അവരുടെ ബാക്കി ഡേ ടു ഡേ എക്സ്പെൻസ് ആയാലും എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പടം നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ എന്നെ സഹായിച്ചു. അപ്പോൾ നല്ലതുപോലെ പോകുന്നുണ്ട്. അതിലും വളരെ സന്തോഷം. അത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എന്നോടൊപ്പം അന്നോട് ഏകദേശം 1.5 വർഷം ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പിറകിലുണ്ട്. അതിനോട് എന്നോടൊപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ എന്നോട് നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നോട് സഹകരിച്ചിട്ട് ടെക്നീഷ്യന്മാർ, ക്യാമറമാൻ ലോവൽ, കോസ്റ്റ്യൂമർ ഭക്തൻ മല്ലാട്, ആർട്ട് രാധാകൃഷ്ണൻ, പിന്നെ എഡിറ്റർ രാജ മുഹമ്മദ്, അറിയാലോ നാഷണൽ അവാർഡ് മേടിച്ച അവരൊക്കെ എന്നോട് വളരെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ്. ഒരുവിധം ഞാൻ പറഞ്ഞ ഭയങ്കര സിനിമയല്ല ഇത് നിങ്ങൾ ഞാൻ വന്ന് തള്ളിമറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമല്ല. വലിയ വലിയ സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചു സിനിമ, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ആക്ഷനില്ല, ത്രില്ലറില്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല. ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ. കണ്ടവരാരും മോശം പറഞ്ഞില്ല. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമ സക്സസ് ആയതുകൊണ്ട് തന്നെ മഹേഷേട്ടന് അടുത്ത പടം ഉടനെ ഉണ്ടോ? അങ്ങനെ ഒരു പടം ഓടിയെന്ന് ചോദിച്ചാൽ എന്നെ തേടി വരാൻ ഞാൻ അത്ര വലിയ ഡയറക്ടറൊന്നും ആയിട്ടില്ല. അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വരുമായിരിക്കും. പ്രോജക്റ്റ് സംസാരിക്കുന്നു, നടക്കുന്ന സിനിമയാണ് നടന്നിട്ട് നടന്നു പറയാം. ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ അതിനകത്ത് ഓൾമോസ്റ്റ് ഇടവേളച്ചേട്ടൻ ഒഴിവായി രാജിവെക്കുകയാണെന്നുള്ള ഒരു ന്യൂസ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അമ്മയുടെ ഒരു തൂണ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു വീണ്ടും പ്രതീക്ഷിക്കാമോ ഏതെങ്കിലും തരത്തില്? ഇല്ലില്ല, ബാബുച്ചേട്ടൻ ഒന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. കാര്യം കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ബാബുച്ചേട്ടൻ ഉണ്ട് അമ്മയോടൊപ്പം. സെക്രട്ടറി ആയിട്ടും ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് വേണം, ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക്. പക്ഷേ അമ്മയ്ക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ബാബുച്ചേട്ടൻ ഉണ്ടാവും അമ്മയോടൊപ്പം. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ ഇല്ല എന്നുള്ളതുള്ളൂ. എന്ത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും ബാബുച്ചേട്ടൻ ഉണ്ടാവും. അത്രയ്ക്കധികം അമ്മയുമായിട്ട് ബാബുച്ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എല്ലാം എന്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും ബാബുച്ചേട്ടൻ ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ 30-ാം തീയതി ഇലക്ഷനാണ്. അപ്പം നല്ലൊരു ടീം തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും അമ്മ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. താങ്ക് യു. ഇപ്പോൾ വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്.